ഈ മോളെ പരീക്ഷണം നടത്തിയപ്പോൾ പിന്നെ കാരണം ആർക്ക് ചെയ്യാനും യാതൊരുവിധ ഇംഗ്ലീഷ് മരുന്നുകളോ അല്ലെങ്കിൽ മരുന്നുകളോ ഞാൻ കൊടുക്കുന്നില്ല. നമ്മൾ കറി വെച്ച് കഴിക്കുന്ന തഴുതായ്മ, അതുപോലെ തന്നെ ചെറുള്ളിയുടെ ഇല, കറിവേപ്പിൻ്റെ ഇല, മുരിങ്ങയുടെ ഇല, ഇതെല്ലാം കൂടി തിളപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ജ്യൂസ് മാത്രമാണ് ഞാൻ 2-3 പ്രാവശ്യം ഡെയിലി കൊടുത്തിരുന്നു. അതുപോലെ തന്നെ അവരെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിക്കും. പിന്നെ കുറച്ച് ദിവസം നമ്മൾ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പഞ്ചഭൂതങ്ങളെല്ലാം നമുക്ക് ആവശ്യമാണെന്നുള്ളത് കൊണ്ട് അവരെ കുറച്ചൊരു അരമണിക്കൂർ നേരം ശരീരത്തിൽ മണ്ണ് തേച്ചിരുത്തി. അങ്ങനെ ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ മോളിൽ വളരെയധികം വ്യത്യാസം കാണാനായിട്ട് എനിക്ക് സാധിച്ചു. അങ്ങനെ വീട്ടിൽ പോയിട്ട് ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇങ്ങനെ നിൽക്കൂല. ഇങ്ങനെ നിന്ന അവളങ്ങ് ശരിക്കും നിൽക്കാൻ പറ്റും. പക്ഷെ ചിലപ്പോ ഇങ്ങനെ അങ്ങ് ആയി പോവും. അടുത്ത പ്രാവശ്യം വരും എന്റെ മോള് നടക്കി നല്ല മെഡിക്കായിട്ട് നടന്നു വരും അല്ലേ? അല്ലേ വർത്താനൊക്കെ നന്നായിട്ട് പറയില്ലയോ? ഒരു പേര് പറയേ, ഒന്ന് പറയൊന്ന് എന്തെങ്കിലും പറയ കേക്കട്ടെ ഒന്ന്. ഞാൻ ആർക്കാ പറയാ? അവർ ശബ്ദമില്ലേ? കൈ പിടിക്കണം. പിന്നെ ചെരുപ്പ് ഇടയ്ക്ക് ഇടാറുള്ളൂ. കാല് തട്ടും. ഇങ്ങനെ നിൽക്കുമ്പോ ഇങ്ങനെ ഒരു ചെരുപ്പിടാണ്ട് നടന്നാ മതി. ഈ ഒരു വിറ മാതിരി. അത്രയും 10 ദിവസം കൊണ്ട് തന്നെ വന്ന വ്യത്യാസം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇപ്പൊ എത്ര ദിവസമായി മരുന്ന് കഴിച്ചു തുടങ്ങിയിട്ട്? 10 ദിവസമായി. ഇപ്പൊ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്ന് മരിയക്ക്? വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കും, അങ്ങ് പോരും, ഇങ്ങനെ പിടിച്ചങ്ങ് പോരും. അതല്ലേ? പിന്നെ മറ്റേതെങ്ങനെയായിരുന്നു? പണ്ട് എങ്ങനെയായിരുന്നു? പണ്ട് ഇങ്ങനെ പിടിക്കും. അങ്ങനെ പിടിച്ചല്ലേ പോരുള്ളൂ. ഒന്നും നടന്നു നോക്കി നോട്ടെ. മരി നടന്നേ. മരിയൊരു കണ്ണൊക്കെ നോക്കട്ടെ. കണ്ണ് നോക്കട്ടെ. കണ്ണില് നേരത്തെ കണ്ണില് വ്യത്യാസം വന്നോട്ടെ. കണ്ണിന് വ്യത്യാസമായി നേരത്തെക്കാളും. അതല്ലേ? നേരത്തെക്കാളും ചെറിയ വ്യത്യാസം. നോക്കണേനൊക്കെ ഒരു വ്യത്യാസം വന്നു അല്ലേ? കണ്ണോട്ടെ മരിയെ നോട്ടെ. കണ്ണ് നോക്കട്ടെ. ഇപ്പൊ മരിയ നോർമൽ കുട്ടിയായി. ഇനി മരിയക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല. നല്ല സുന്ദരിമാൻ. കണ്ണിനൊക്കെ മാറ്റം വന്നു. പിന്നെ കൈ പിടിക്കണതൊക്കെ മാറ്റം വന്നു. നടക്കണേന് കുറെ മാറ്റമായി. കുറേ മാറ്റം വന്നാൽ ശരിയാവും. ഇപ്പൊ പണ്ടത്തേലും നടക്കാനായിട്ട് ഇപ്പൊ തന്നെ നടക്കുന്നുണ്ട്. പണ്ടെങ്കിലും നടന്നിരുന്നേ? പണ്ട് കൈ പിടിക്കണം. അടി പിടിച്ച് ഒട്ടും പിടിച്ചാൽ. അതല്ലേ? ഇപ്പൊ തന്നെ നടന്നു തുടങ്ങി. മരി എന്നിട്ട് പറയണേ. നോട്ടത്തിന് മാറ്റം വന്നു. കൈ എടുക്കാൻ തന്നു. നടക്കാൻ പറ്റും. ഈ കുറെ കൂടി ആയ ശരിക്കും എന്തൊക്കെ സുഖങ്ങൾ ഇപ്പൊ മരിക്ക് വന്നു പറയും?
ഇതിപ്പോ എന്തൊരു സമയം കൈവരലുകളൊക്കെ നേരത്തെ എങ്ങനെ എഴുതാറുന്നേ? ഇപ്പൊ എങ്ങനെയായി? കൈ നിന്ന് നടത്തിട്ട് ഒന്ന് കൈ കൂപ്പി നോക്കി, കൈ കൂപ്പി നോക്കി, കൈ കൂപ്പിയ ശരിക്കും കൈ കൂപ്പി പിടിക്കുക. ആ വെരി ഗുഡ്. നേരെയായി. പിന്നെ തലയോ കുറഞ്ഞു. പിന്നെ വർത്താനം പറയണല്ലോ. അവിടെ നോക്കി പറ. പറയാൻ ശരിക്കും